الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരുപാട് പ്രയാസകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ മരണപ്പെട്ടിരിക്കുന്നു വിമാനാപകടത്തിൽ. ഒരു ഭാഗത്ത് ഇസ്രായേൽ മറ്റു രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ദുനിയാവെന്ന് പറയുമ്പോൾ കുറേയൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ പൂർവചരിത്രങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ അല്ലാഹു തആല ആദ്യ മനുഷ്യനായി ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. അവർ ജീവിച്ചത് വിശാലമായ സ്വർഗത്തിലാണ് താമസിച്ചത്. ആ സ്വർഗത്തിൽ നിന്ന് അവരെ പിശാച് പുറത്തു ചാടിച്ചു. എന്നിട്ട് മനുഷ്യൻ ഭൂമിയിലേക്ക് വന്നു. ഇനി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് തിരിച്ച് സ്വർഗത്തിലേക്കെത്തണം. ആ പരലോകത്ത് അല്ലാഹു തആല വിശ്വാസികൾക്ക് അവന്റെ കാരുണ്യത്താൽ നൽകുന്നതാണ് സ്വർഗം. നിഷേധികൾക്ക് അദാബായി നരകവും നൽകും. ചില ആളുകൾ പറയും, വിശ്വാസികൾക്ക് മാത്രമല്ല സ്വർഗം, എല്ലാവർക്കും സ്വർഗമുണ്ട് എന്ന്. വ്യത്യസ്ത മേഖലകളിൽ മികച്ച പ്രകടനങ്ങൾ നടത്തി മരണപ്പെട്ടു പോയ ആളുകളുണ്ട്. അവരൊക്കെ ലോക പ്രശസ്തരാണ്, പല രംഗങ്ങളിൽ പ്രശസ്തി നേടിയവരാണ്. അവരൊന്നും സ്വർഗത്തിൽ പോകൂലെങ്കിൽ ആ സ്വർഗത്തിലേക്ക് ഞാനുമില്ല. ചില ആളുകൾ പറഞ്ഞു വെച്ചു, ഗാന്ധിജി പോകാത്ത സ്വർഗത്തിലേക്ക് ഞാൻ ഏതായാലും ഇല്ല എന്ന്. എന്നാൽ അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുമ്പോൾ പറഞ്ഞത്, ഖുൽ നഹ്ബിതു മിൻഹാ ജമീഅ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇനി നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂല, നിങ്ങൾ പോകണം. പോയിട്ട് നിങ്ങൾ നട്ടം തിരിയണം. വേണ്ട, നിങ്ങൾക്ക് സന്മാർഗമായി എൻ്റെ അടുക്കൽ നിന്ന് ഹുദ വരും. ആ ഹുദയെ നിങ്ങൾ ഫോളോ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല. കാലങ്ങൾ കഴിഞ്ഞു. ആദം നബി അലൈഹിസ്സലാമക്ക് ശേഷം സമൂഹം വഴിതെറ്റിയപ്പോൾ ആദ്യ പ്രവാചകനായി നൂഹ് നബി അല്ലാഹു നിയോഗിച്ചു. ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി ഫഖാല യാ ഖൗമി അബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം.
നൂഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഏക ഇലാഹിനെ ആരാധിക്കണം, അതാണ് മോക്ഷത്തിന്റെ മാർഗമെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവന്റെ അദാബ് വരുമെന്ന് പറഞ്ഞു. ആളുകൾ അദ്ദേഹത്തെ കളവാക്കി. അല്ലാഹു തആല വീണ്ടും പ്രവാചകന്മാരെ അയച്ചുകൊണ്ടേയിരുന്നു. കുല്ലമാ ജാഅ ഉമ്മത്തുർ റസൂലുഹാ കذبൂ فأتبعنا بعضهم بعضا وجعلناهم أحاديث فبعدا لقوم لا يؤمنون. തുടർന്ന് അള്ളാഹു ഇങ്ങനെ പ്രവാചകന്മാരെ അയച്ചു. ഒലക്ക പ്രവാചകന്മാരുടെ സമൂഹത്തിൽ കുറച്ച് ആളുകൾ മാത്രം സ്വീകരിച്ചു, ബാക്കിയുള്ളവരൊക്കെ തള്ളിക്കളഞ്ഞു. എല്ലാ പ്രവാചകന്മാരും വന്ന് അവസാനത്തെ പ്രവാചകനായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വന്നത്. ആ പ്രവാചകൻ വന്നിട്ട് എന്താ പറഞ്ഞത് എന്നുള്ളതാണ്. വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഊത് ഫമിൻഹും മൻ ഹദല്ലാഹ് വമിൻഹും മൻ ഹഖ്ഖത അലൈഹിൽ ളലാല. അല്ലാഹു തആല ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ച എല്ലാ നബിമാരും എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. പിന്നെ മറ്റു കാര്യങ്ങളും പറഞ്ഞു. ചില ആളുകൾ ആ പ്രവാചകന്മാരെ ഫോളോ ചെയ്തു, ചില ആളുകൾ അവരുടെ വലാലത്തിന്റെ മാർഗത്തിൽ തന്നെ നിന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൻപറ്റിയത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്ന പേരുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ജയിലിൽ വന്ന് രണ്ടാളുകൾ ഞങ്ങൾ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. ആ രണ്ട് ചങ്ങാതിമാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ഒക്കെ മാർഗത്തെയാണ് ഫോളോ ചെയ്യുന്നത്, അതാണ് ശരിയായ മാർഗം. പക്ഷെ ഭൂരിഭാഗം മനുഷ്യന്മാർ അത് ഫോളോ ചെയ്യുന്നില്ല. യാ സാഹിബൈ സിജിൻ അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. കുറെ ആരാധന്മാരാണോ വേണ്ടത്, അതല്ല ഒരാളാണോ വേണ്ടതെന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ആ മാർഗമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രികീൻ. അല്ലാഹ് ഒരു കളവും പറഞ്ഞിട്ടില്ല. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ ഇബ്രാഹിമി മാർഗമാണ് പിൻപറ്റിയത്. ആ മാർഗം ഏതാണ്? وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. ഞാൻ കാണിച്ചതാണ് യഥാർത്ഥ മാർഗം. ഞാൻ ഏത് മാർഗ്ഗമാണ് കാണിക്കുന്നത്? അത് ഇബ്രാഹിമി മാർഗമാണ്. ഇബ്രാഹിമി മാർഗമാണ് എല്ലാവരും കാണിച്ചത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം പിൻപറ്റിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആളുകൾ എന്ന് പറയുന്നവർ പോലും പറയുന്നു, ഏത് മതം പിൻപറ്റിയാലും, ഏത് വേദം പിൻപറ്റിയാലും, ഏതു ചിന്താധാരകൾ പിൻപറ്റിയാലും മനുഷ്യൻ നന്നായാൽ മതി, സ്വർഗത്ത് പോകും. അഥവാ എല്ലാ മതങ്ങളും സത്യമാണെന്ന സർവമത സത്യവാദവും എല്ലാ വേദങ്ങളും ശരിയാണെന്ന സർവവേദ സത്യങ്ങളുമൊക്കെയാണ് അവർ വിളിച്ചു പറയുന്നത്. യഹൂദികളായ ആളുകളോടും ക്രൈസ്തവരും പറഞ്ഞൊരു വാദമുണ്ട്. വഖാലത്തിൽ യഹൂദു വന്നസ്വാറ നഹ്നു അബ്നാഉല്ലാഹ് വഅഹിബ്ബാ. ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു, ഞങ്ങൾ അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അല്ലാഹ് പറഞ്ഞു, അല്ലട്ടോ, നിങ്ങളല്ല എന്ന് പറഞ്ഞു. അവര് ഇബ്രാഹിമി മാർഗത്തിലാണ് എന്ന് പറയാം. വഖാലൂ കൂനൂ ഹൂദൻ ഔ നസ്വാറ തഹ്തദൂ. നിങ്ങൾ സന്മാർഗത്തിലാകണം, ജൂതനോ ക്രിസ്ത്യാനി ആയാൽ മതി. അല്ലാഹ് അവരോട് പറഞ്ഞു, അല്ലട്ടോ, കുൽ ബൽ മില്ലത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിമി മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി ആരാ? ജൂതനാണോ ക്രിസ്ത്യാനിയാണോ? അല്ല. മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്റാനിയാ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രികീൻ. ഇബ്രാഹിം നബി ജൂതനും ക്രിസ്ത്യാനിയും ഒന്നല്ല, മുശ്രിക്കും അല്ല. പിന്നാരാ? ഇന്നാ ഉലന്നാസി ബി ഇബ്രാഹിം ലല്ലദീന തബഉ النبي والذين آمنوا والله ولي المؤمنين. ഇബ്രാഹിം നബിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഈ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തെ പിൻപറ്റിയ ആളുകളുമാണ്.
അപ്പൊ ആ സകല പ്രവാചകന്മാരിലും വിശ്വസിക്കുകയും അവസാന പ്രവാചകനായ മുഹമ്മദ് നബി കൊണ്ടുവന്നതാണ് ശരിയായ മാർഗമെന്ന് വിശ്വസിക്കുന്നവരെ സ്വർഗത്ത് പോവുള്ളൂ. അല്ലാതെ എല്ലാവരും സ്വർഗത്ത് പോകൂല. എല്ലാവരും സ്വർഗത്തിൽ പോകുകയാണെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് പ്രസക്തിയില്ല, മറ്റു പ്രവാചകന്മാർ വന്നതിന് പ്രസക്തിയില്ല. ഖൂലു ആമന്നാ ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പ്രഖ്യാപിച്ചോളൂ. വമാ ഉൻസില ഇലൈനാ, എനിക്കിറക്കിയ ഖുർആനിൽ, വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ് വയാഖൂബ വൽ അസ്ബാത്ത് വമാ ഊതിയ മൂസ വഈസ വമാ ഊതിയ നബിയ്യൂന മിർ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. എല്ലാ അമ്പിയാക്കളിലും എല്ലാ അമ്പിയാക്കൾക്കും ഇറക്കിയതും വിശ്വസിക്കുന്നു. പക്ഷെ അതൊക്കെ വിശ്വസിക്കുമ്പോൾ എന്തു വേണം? എല്ലാ വേദങ്ങളും വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം അറിയോ? ആ വേദങ്ങളൊക്കെ അല്ലാഹ് ഇറക്കിയതാണ്, പക്ഷെ അത് ഇന്ന് എന്തില്ല, ആ ക്വാളിറ്റിയിൽ ആ കോലത്തിൽ ഇല്ലാന്ന് മതി. ദാവൂദ് നബി അലൈഹിസ്സലാമക്ക് ഞാൻ സബൂറിനെ നൽകി. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദൻ വനൂറാ, തീർച്ചയായും തൗറാത്ത് ഹുദയും നൂറുമാണ്. വഖഫൈനാ അലാ ആസാരിഹിം ബിഈസ ഇബ്നു മർയമ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനത് തൗറാത്ത് വആതൈനാഹുൽ ഇൻജീല ഫീഹി ഹുദൻ വനൂറൻ വമുസദ്ദിഖാ. ഇൻജീൽ എന്താണ്? ഹുദയും നൂറും ഒക്കെയാണ്. എല്ലാ വേദഗ്രന്ഥങ്ങളും അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞു, ആ എല്ലാ വേദങ്ങളെയും ശരിപ്പെടുത്തിയിട്ട് അല്ലാഹ് പറയാണ്, വഅൻസൽനാ ഇലൈക്കൽ കിതാബ, അല്ലാഹുവിന്റെ പ്രവാചക നിങ്ങൾക്ക് ഞാൻ കിതാബിനെ തന്നു, ഖുർആനിനെ തന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ് വമുഹൈമിനൻ അലൈഹി, മുമ്പുള്ള വേദഗ്രന്ഥങ്ങൾ ശരിവെക്കുന്നതും അവയിലെ ആദർശങ്ങളെ കാത്തുരക്ഷിക്കുന്നതുമാണ്. ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, നിങ്ങൾ ആളുകളോട് എന്താണ് വിധി പറയേണ്ടത്? ഖുർആനിനനുസരിച്ചാണ്. എന്നാൽ തൗറാത്തും ഇഞ്ചീലൊക്കെ ഖുർആനോട് യോജിച്ചു വരുന്നത് എന്ത് ചെയ്യാം? കോട്ട ചെയ്യാൻ പ്രശ്നമല്ല. പക്ഷെ അത് ഖുർആന് വിരുദ്ധാണെങ്കിലോ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. ആ ഖുർആനിനെയും പ്രവാചകനെയും അംഗീകരിക്കുകയാണ് ഒരു വിശ്വാസി എന്ന നിലക്ക് വേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, അഹ്ലു കിതാബുകാരെ വിളിച്ച് പ്രത്യേക ചില കൽപ്പന കാണാം. ചില ആളുകൾ പറയും, അഹ്ലു കിതാബുകാരെ ഓരോരോ പാട്ടിൽ പോട്ടെ, മുശ്രിക്കുകൾ ഓരോരോ പാട്ടിലോട്ടെ, ഓലിയിലും നല്ല ആൾക്കാർക്ക് സ്വർഗ്ഗമുണ്ട്, മറ്റോലിയിലും നല്ല ആൾക്കാർക്ക് സ്വർഗ്ഗമുണ്ട്, എല്ലാം അല്ലാഹ് ഇറക്കിയല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആയത്തിന് പ്രസക്തി ഉണ്ടോ? പിന്നെന്തിനാ മദീനത്ത് നിന്ന് ഹിജറ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ പോയത്? എന്തിനാ ഹുദൈബിയ സന്ധി ഉണ്ടായത്? നിങ്ങൾ പറഞ്ഞ ശരിട്ടോ, നിങ്ങൾ ഖബർക്ക് നിങ്ങൾ പോകും, നമ്മൾ പോകും, ആരോടും ഒന്നും പറയണ്ട, അവനാന്റെ ഇഷ്ടമായിട്ട് പോയിക്കോളി എന്ന് പറയാനാ? അല്ല. യാ അഹ്ലൽ കിതാബ്, ഏ വേദക്കാരായ മനുഷ്യരെ, ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തഖ്ഫൂന മിനൽ കിതാബ്, നിങ്ങൾ നിങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ മറച്ചുവെച്ച പല കാര്യങ്ങളും അവര് വേദഗ്രന്ഥം മറച്ചു വെക്കായിരുന്നു. ചിലതൊക്കെ പൊത്തി വായിക്കും, ചിലത് കാണാത്തതുപോലെ ആക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മാറ്റി. ഫവൈലുല്ലദീന കഫറു, അവർക്ക് നാശാണ്. അതെന്തേ? അള്ളാഹുവിന്റെ കിതാബിൽ അവർ തിരിമറി നടത്തി. ആ കിതാബിൽ നിങ്ങൾ തിരിമറി നടത്തി നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ, വയഅഫു അൻ കസീർ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാനും, ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബും മുബീൻ, നിങ്ങൾക്കിതാ ഒരു ഖുർആൻ വന്നിരിക്കുന്നു, നൂറും മുബീനുമായ കിതാബാണത്. ആ കിതാബിനെ പറഞ്ഞു, അത് ഖുർആനെ പറ്റി പറയാം. ഇനി ആ റസൂലാരാ? യാ അഹ്ലൽ കിതാബ്, വേദക്കാരായ മനുഷ്യരെ, ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുലി അൻ തഖൂലു മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ, നിങ്ങൾക്കിതൊരു നബി വന്നിരിക്കുന്നു. കുറെ കാലത്തിനാശാണ് വരുന്നത്, ഒരു നബി വന്നിട്ടില്ല എന്നിങ്ങനെ പറയണ്ട. യഹൂദികൾ ഒരു പ്രവാചകനെ കാത്താണ് ചെയ്തത്, അവരെ നാട്ടിൽ നിന്ന് യസ്രിബിലേക്ക് വന്നത്. ആ പ്രവാചകൻ ഇതാ വന്നിരിക്കുന്നു. ആ പ്രവാചകൻ ആരാണ്? ബഷീറും നദീറുമാണ്. സ്വർഗത്തെക്കുറിച്ച് പറയുന്ന, സന്തോഷവാർത്ത അറിയിക്കുന്ന, നരകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന പ്രവാചകൻ. ഖദ് ജാഅക്കും ബശീറും വനദീർ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ആ പ്രവാചകൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ ആ പ്രവാചകനെ ഫോളോ ചെയ്യണം. യാ അഹ്ലൽ കിതാബ് ലിമ തക്ഫുറൂന ബിആയാതില്ലാഹി വഅൻതും തശ്ഹദൂൻ, വേദക്കാരെ, നിങ്ങൾ എന്തിനാണ് ഈ പ്രവാചകനെ കളവാക്കണേ? നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ കൺമുന്നിൽ വന്നതല്ലേ, നിങ്ങൾ ആ പ്രവാചകനെ, വാഗ്ദത്ത പ്രവാചകനെ തേടി യസ്രിബിന്റെ മണ്ണിലേക്ക് വന്നവരല്ലേ, നിങ്ങളെ അതേറ്റ് പോയിക്കോളി, ആ പ്രവാചകനെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് പറഞ്ഞത്. ഞാൻ പറയണേ, ഞാൻ ചെയ്തോളാം, ഞാൻ ഇഷ്ടമുള്ളത് പറയാം, നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ ചെയ്തോളി എന്ന് പറഞ്ഞോ? എല്ലാ വേദങ്ങളും എല്ലാ മതങ്ങളും സത്യമാണ്.
പറഞ്ഞു, നിങ്ങൾ നിഷേധിക്കരുതെന്ന് പറഞ്ഞു. വലോ അന്ന അഹ്ലൽ കിതാബി, അങ്ങനെ ആ വേദത്തിന്റെ ആൾക്കാരെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു മുഹമ്മദ് നബിനെ ഫോളോ ചെയ്തു, വിശ്വസിച്ച് അവർക്ക് എന്താ കിട്ടണമെന്ന് കൂടി പറഞ്ഞു. വലോ അന്ന അഹ്ലൽ കിതാബ് ആമനൂ വത്തഖൂ ലകഫർനാ അൻഹും സയ്യിആതിഹിം വലൗ ദഖൽനാഹും ജന്നാത്തിൻ നഈം. ആ വേദക്കാരായ മനുഷ്യർ അവരെങ്ങാനും അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്താൽ അവരുടെ സകല പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കും, ജന്നാത്തിൻ നഈമിലേക്ക് ഞാൻ അവരെ പ്രവേശിപ്പിക്കും. ഇതിനൊന്നും ആവശ്യമില്ല. ഇനിലേ അവർക്ക് അവരെ മാത്രമായി പോവാണെങ്കിൽ ആവശ്യമില്ലായിരുന്നു. അതങ്ങനെ വിശ്വാസം പറയാം. മൂസാ നബി അലൈഹി സ്വലാം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ലൗ അന്ന മൂസ കാന ഹയ്യൻ മാ വസിഅഹു മാ വസിഅ ഇല്ലാ യത്തബിഅനി. മൂസാ നബി അലൈഹി സ്വലാം ഉണ്ടെങ്കിൽ ആരെയും എന്നെ ഫോളോ ചെയ്യാം, എന്നെയാണ് ഫോളോ ചെയ്യുക. മുഹമ്മദ് ഈസാ നബി അലൈഹി സ്വലാം അവസാന കാലത്ത് വരും. ഈസാ നബി ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുക? ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് വിധിക്കുക. അതുകൊണ്ടാണ് ഇമാമു നിൽക്കും നിസ്കരിക്കണമെന്നൊക്കെ അങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട്? അവസാനത്തെ വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തി വരുമ്പോഴാണ്. അപ്പൊ ആളുകൾ പറയും എല്ലാം ശരിയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഉസൈർ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞ യഹൂദികളും ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനെന്ന് പറഞ്ഞ ക്രൈസ്തവരും ഒക്കെ സമമാണെന്നാണ് പറയുന്നത്. അവർ പറയുന്നു ദൈവത്തിലേക്ക് ചേരാനുള്ള വ്യത്യസ്ത റൂട്ടുകളാണ് മതങ്ങൾ. എല്ലാ നദികളും ഒരുമിച്ച് അവസാനം സമുദ്രത്തിൽ ചെന്നു ചേരുന്നത് പോലെ എല്ലാ മതങ്ങളും അവസാനം അള്ളാഹുവിലേക്ക് എത്തുന്നു. മാർഗം ഏതായാലും പ്രശ്നമില്ല, ലക്ഷ്യം ഒന്നായാൽ മതി എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അല്ലാഹു തആല പറഞ്ഞു ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതേതാ? ഇസ്ലാമാണ്. അവിടെ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ് പൂർത്തീകരിച്ച ആ ഇസ്ലാമാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം. അതിനർത്ഥം മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെ മോശക്കാരാണെന്നാണ്. അല്ല, ആമന റസൂൽ ചൊല്ലുമ്പോൾ എന്താ പറയുക? ലാ നുഫദ്ദിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. എല്ലാ റസൂലുകളും ആരാണ്? അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈമാൻ കാര്യങ്ങളിൽ ഖുർആനിൽ വിശ്വാസം എന്ന് പറഞ്ഞില്ല. നാലാമത്തെ എന്താ? അല്ലെങ്കിൽ മൂന്നാമത്തെ എന്താ? വേദഗ്രന്ഥങ്ങളിലുള്ള കിതാബുകളിലുള്ളതാണ്, ഖുർആനിലുള്ളതല്ല. എല്ലാ വേദങ്ങളിലും വിശ്വസിക്കുന്നു, എന്നാൽ അതൊക്കെ ഇന്ന് ഇല്ല എന്നുകൂടെയും വിശ്വസിക്കുകയും ഖുർആൻ വരുന്നതോടുകൂടി ഖുർആനിന്റെ ആളുകളുമാവുന്നു എന്നതാണ്. അതുകൊണ്ട് അല്ലാഹു ആരെങ്കിലും ഇസ്ലാമല്ലാത്ത ദീനിനെ ആഗ്രഹിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് സ്വീകരിക്കുന്നതേ അല്ല, സ്വീകരിക്കുകയില്ല. പിന്നെ അവന് നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പോകും. അതുകൊണ്ട് ഇസ്ലാമാണ് ഒരാൾ ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. അപ്പൊ ആളുകൾ ന്യായം പറയും. എന്താ ന്യായം? നിങ്ങൾക്ക് ചില ആയത്തുകൾ ന്യായം പറയും. സൂറത്ത് ബഖറയിലെ 62-ാമത്തെ ആയത്ത്, സൂറത്ത് മാഇദയിലെ ചില 47-8 ഒക്കെ ഉള്ള ആയത്തുകൾ പറയും ഏത് മതത്തിലാണെങ്കിലും സ്വർഗ്ഗത്ത് പോകൂലേനാ. അതിനെന്താ? ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറാ വസ്സാബീൻ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ആയത്തിലുണ്ടല്ലോ എല്ലാവരും സ്വർഗ്ഗത്ത് പോകും, ജൂതനായാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിയായാലും കുഴപ്പമില്ല എന്നുണ്ടല്ലോ എന്നാ ആയത്തിൽ തന്നെ. എന്തുണ്ട്? അങ്ങനെ കിട്ടൂല. പിന്നെന്താ പറഞ്ഞത്? ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും സോബിയാണെങ്കിലും മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കണം. കണ്ടീഷൻ വെച്ചു. അപ്പൊ അവർ ആദ്യം ഇതൊക്കെ ആയിരുന്നു. എന്നാൽ ഖുർആൻ വന്നതോടുകൂടി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അവിടെ ഈമാൻ റെഡിയാക്കി. ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹ്ക്ക് കുട്ടിയുണ്ടെന്നുണ്ടോ? പിന്നെ എങ്ങനെയാ യഹൂദ മതം ശരിയാണെന്ന് പറയാം? പിന്നെ എങ്ങനെയാണ് ക്രൈസ്തവരെ ശരിയാണെന്ന് പറയാം? പറയാൻ പറ്റൂല. സ്വാഭാവിക വേറായത്തിൽ മജൂസ് ഒന്നും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹാ. അമലു സ്വാലിഹാത്ത് വേണം. അമലു സ്വാലിഹാത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈമാൻ വേണം. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം റെഡിയാകാതെ പിന്നെ എന്തുകൊണ്ടാ കാര്യം? ഇവർക്കൊക്കെ അടിസ്ഥാനപരമായി തെറ്റിയിരിക്കുന്നു.
എന്നിട്ടും അതെല്ലാം ശരിയാണെന്ന് പറയുമ്പോൾ ഇമാം റാസി റഹ്മഹുല്ല ഈ ആയത്തിനെ വിശദീകരിച്ചു. ഈസാ നബി അലൈഹി ഇസ്ലാമക്ക് ഇറക്കപ്പെട്ട ഇഞ്ചീലിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത മതത്തിൽ വിശ്വസിച്ച ഖുസ് ബിൻ സാഇദിനെ പോലത്തെ ബഹീറയെയും ഹബീബുൻ നജ്ജാറിനെയും വറഖത്ത് ബിൻ നൗഫലിനെയും സൽമാനുൽ ഫാരിസിയൊക്കെ പോലത്തെ ആൾക്കാരെയാണ് ഈ പറയുന്നത്. ഓർക്ക് അങ്ങനെയായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി ഖുർആനിനെ സ്വീകരിച്ച് അവർക്ക് 2 പ്രതിഫലമുണ്ട് എന്നാണ്. അങ്ങനത്തെ ആളുകൾക്ക് അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾക്ക് 2 പ്രതിഫലമുണ്ട്. 2 പ്രതിഫലങ്ങൾ ഓഫർ ചെയ്ത അപൂർവം ചില സംഗതികളിൽ ഒന്ന് അഹ്ലു കിതാബിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരാണ്. അതോടുകൂടി അവർ അഹ്ലു കിതാബ് ആയിരുന്നു. ഇപ്പോൾ അവർ ആരായി? പുതുതായവർ ഈ ഖുർആനിന്റെ അനുയായികളായി മാറി എന്നതാണ്. ഇസ്ലാം അല്ലാത്ത ഒന്നിനെ ആഗ്രഹിക്കുകയും ഇസ്ലാമിനെ പൊളിക്കാനായി പല ആശയങ്ങൾ പറയുകയും എല്ലാം ശരിയാണ്, തോന്നിയതുപോലെ ജീവിച്ചോളൂ, ലക്കും ദീനുക്കും വലിയ ദീൻ എന്നൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ നിന്ന് തെറ്റിപ്പോയാൽ സുഹൃത്തുക്കളെ, ഇസ്ലാം അല്ലാത്ത ഒന്ന് ശരിയാണെന്നൊരാൾ അംഗീകരിച്ച വിശ്വസിക്കണ്ട, ഉണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ അവൻ സ്വീകരിക്കൂല. അസ്ലാണത്, അടിസ്ഥാനമാണ്. പിന്നെ അവൻ തക്ബീർ കെട്ടി ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന്റെ അഖീദ ശരിയല്ല. അതുകൊണ്ട് സഗൗരവത്തിൽ നമ്മൾ കാണണം, ഇസ്ലാമായി ജീവിക്കാനും ഇസ്ലാമായി മരിക്കാനും നമ്മൾ റെഡിയാകണം. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി കഫാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹി വമൻ വാലാ ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കുന്ന ആളുകളിൽ ഉൾപ്പെടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജീവിതത്തിൽ ഏതു സമയത്തും മരണം കടന്നു വരാം എന്നാണ്. മരണത്തെക്കുറിച്ച് ഓർക്കാൻ മരിച്ചവരിൽ നമ്മളുണ്ടെങ്കിൽ എന്ന് ചിന്തിച്ചാൽ മതി. 300ഓളം ആളുകൾ മരണപ്പെട്ട് അവരുടെ കത്തിക്കരിഞ്ഞ ശവശരീരങ്ങൾ കാണേണ്ട അവസ്ഥ, അത് നമ്മുടേതാണെങ്കിലോ എന്ന് ചിന്തിക്കുമ്പോൾ, നമുക്കാണ് അങ്ങനെ പറ്റിയതെന്ന് ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ചില തിരിച്ചറിവുകൾക്കും ചില നന്മകൾ ചെയ്യാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ എത്ര വളർന്നാലും അള്ളാഹുവിൻ്റെ കൈകളിലുള്ള ചില നിയന്ത്രണങ്ങളിലാണ് നമ്മളൊക്കെ. ഇന്ന് രാവിലെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും, വലാ തകിൽനി ഇലാ നഫ്സി തുറഫത ഐൻ. പടച്ചവനെ, ഒരു നിമിഷം പോലും എൻ്റെ കാര്യം എൻ്റെ കൺട്രോളിലേക്ക് ആക്കരുത്, നീ ആക്കണേ എന്നാണ്. ഒരു നിമിഷത്തെ പാകപ്പിഴവുകൾ ഒരുപാട് പേരുടെ ജീവൻ പോയെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് പോകുന്നത്. ആ അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ കാരണമായി പറഞ്ഞ ഒന്ന് സുബഹ് ജമാഅത്താണ്. പ്രത്യേകിച്ച് 4:35 വളരെ നേരത്തെ സമയത്ത് സുബഹ് ബാങ്ക് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്നത് സുബഹാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനോട് രാവിലെ തന്നെ എണീക്കുമ്പോൾ അവൻ്റെ പ്രൊട്ടക്ഷനെ ചോദിച്ച് ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഏതു സമയത്തും എന്തും സംഭവിക്കാമെന്ന തിരിച്ചറിവുണ്ടാവുക. അള്ളാഹു വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ കാക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ഹജ്ജിന് പോയ ആളുകളുണ്ട്. തിരിച്ചു വരാനുള്ള ഒരുക്കത്തിൽ അവർ നാട്ടിലേക്ക്, കുടുംബത്തിലേക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ എത്തിച്ചേരുന്ന അവസ്ഥ അള്ളാഹു അവർക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഈ മസ്ജിദിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിൽ അള്ളാഹു നമ്മെ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല മരണം വരെ ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് توفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين عباد الله أقيموا الصلاة.